സംസ്ഥാനത്ത് AI ക്യാമറ വഴിയുള്ള ഗതാഗത നിയമലംഘന പിഴ ഈടാക്കൽ പ്രതിസന്ധിയിൽ. AI ക്യാമറയിൽ നിയമലംഘനങ്ങൾ പതിഞ്ഞാലും നോട്ടീസ് അയക്കില്ല. 15 ലക്ഷം വാഹനങ്ങൾക്ക് നോട്ടീസ് അയച്ചതിൽ നഷ്ടം 100 കോടി രൂപയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറെ വിവാദ പദ്ധതിയായിരുന്നു സേഫ് കേരള. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, ഒരുപക്ഷേ സർക്കാർ തന്നെ കൊട്ടിഘോഷിച്ച ആ പദ്ധതി ഇപ്പോൾ താളം തെറ്റുന്ന അവസ്ഥയിലേക്കാണ് കടക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, സംസ്ഥാനത്തെ 726 പ്രധാനപ്പെട്ട റോഡ് സ്പോട്ടുകളിൽ AI ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഗതാഗത നിയമലംഘനങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സേഫ് കേരള പദ്ധതി കൊണ്ടുവന്നത്. ഏതാണ്ട് 235 കോടിയിലധികം രൂപയാണ് ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ വിവിധ കരാർ കമ്പനികളുമായി കരാർ നടത്തി തുക കണ്ടെത്തിയത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഗതാഗത വകുപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ തുക കണ്ടെത്തിയത് കെൽട്രോൺ ആയിരുന്നു. പ്രസാദിയോ ടെക്നോളജീസ്, അതുപോലെ SRIT തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെയാണ് വിവിധ കരാറുകളിലായി കെൽട്രോൺ ഈ തുക കണ്ടെത്തിയത്. ഈ തുക 3 മാസത്തിലും, അതായത് ഗഡുക്കളായി അടച്ചു നൽകാമെന്നായിരുന്നു ഉറപ്പ് നൽകിയത്. 11.29 കോടിയോളം രൂപയാണ് ഈ ഇൻസ്റ്റാൾമെന്റ് ഇനത്തിൽ കരാർ കമ്പനികൾക്ക് നൽകേണ്ടത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നോട്ടീസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് റോഡിൽ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളെ AI ക്യാമറ വഴി ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഈ വാഹനങ്ങൾക്ക് നോട്ടീസ് അയക്കണമെന്നായിരുന്നു പദ്ധതി നടത്തിപ്പിൽ പ്രാരംഭഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ 15 ലക്ഷത്തോളം വാഹനങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇത്തരത്തിൽ നോട്ടീസോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗതാഗത നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അറിയിക്കാനായിട്ട് ഈ 15 ലക്ഷത്തോളം വരുന്ന ഈ വാഹനങ്ങൾ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ വാഹന നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ മൊബൈൽ നമ്പറും വാഹന ഉടമയുടെ വാഹനത്തിന്റെ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്താൽ മാത്രമേ മെസ്സേജ് സന്ദേശം വഴി ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യഘട്ടം തന്നെ പാളിപ്പോയിരിക്കുന്നത് ഈ മൊബൈൽ നമ്പറും വാഹന നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യാത്തത്. അതോടൊപ്പം പിന്നെ രണ്ടാമത് വരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് തപാൽ മാർഗം ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് വാഹന ഉടമയെ അറിയിക്കുക എന്നതായിരുന്നു. പക്ഷേ തപാൽ മുഖേന നോട്ടീസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിയും സർക്കാരും കെൽട്രോണും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതായത് കെൽട്രോണിന് ഇത്തരത്തിലുള്ള അധിക ബാധ്യത ഏറ്റെടുക്കാൻ സാധിക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ സേഫ് കേരള പദ്ധതിയുടെ നടത്തിപ്പിനായി എടുത്ത 230 കോടിയിലധികം രൂപ കെൽട്രോൺ ആണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസ് അയക്കുന്ന ബാധ്യത കെൽട്രോൺ ഏറ്റെടുക്കില്ല എന്ന് നേരത്തെ തന്നെ വകുപ്പുമായി അറിയിച്ചിരുന്നു. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കൺട്രോൾ റൂമാണ്. കൺട്രോൾ റൂമുകളിൽ KSEB ഉൾപ്പെടെയുള്ളത് KSEBക്ക് ഉൾപ്പെടെ അധിക തുകയാണ് കൺട്രോൾ റൂമിൽ നിന്ന് നൽകേണ്ടത്. അപ്പോൾ കൺട്രോൾ റൂമിലും ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. AI ക്യാമറയിലൂടെ നിയമലംഘനങ്ങൾ കൺട്രോൾ റൂം വഴിയാണ് കണ്ടെത്തുന്നതും ഈ കൺട്രോൾ റൂം വഴി പ്രോസസ്സിംഗ് ചെയ്താണ് ഡേറ്റ കൈമാറ്റം ചെയ്തത്. അപ്പോൾ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ പൂർണ്ണമായി നടക്കാത്തൊരവസ്ഥയാണ്. കെൽട്രോൺ സർക്കാരും ഈ വിഷയത്തിൽ അധികമായിട്ടുള്ള ഇടപെടൽ കാണിക്കാത്തത് സർക്കാർ ഈ വിഷയം അല്ലെങ്കിൽ AI ക്യാമറയിലൂടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സർക്കാരും ഗതാഗത വകുപ്പും ഗൗരവം കാണിക്കാത്തതുമാണ് കെൽട്രോൺ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ മന്ദഗതിയിൽ പോകുന്നത് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ്, ഈ AI ക്യാമറയുടെ മെയിൻ്റനൻസിന് സർക്കാർ തുക നൽകുന്നത് കെൽട്രോൺ ആണ് ഈ തുക കണ്ടെത്തേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറെ വിവാദമായ പദ്ധതിയായിരുന്നു ഈ സേഫ് കേരള പദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ സേഫ് കേരള പദ്ധതിയിലൂടെ ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഏതാണ്ട് 100 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായത്. അതായത് സേഫ് കേരള പദ്ധതി നടപ്പിലാക്കാനായിട്ട് കണ്ടെത്തിയ തുകയുടെ പകുതിയോളം തുക നഷ്ടത്തിലാണെന്നുള്ള തെളിവുകളാണ് പുറത്തു. എന്തായാലും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെയും വ്യവസായ വകുപ്പിനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ ഒരുപാട് വിവാദമായ പദ്ധതിയായിരുന്നു സേഫ് കേരള. ആ പദ്ധതി ഇപ്പോൾ വെളിച്ചം കണ്ടില്ല. എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോൾ നിയമലംഘനങ്ങൾ ഇത്തരത്തിൽ AI ക്യാമറയുടെ കീഴിൽ നിയമലംഘനങ്ങൾ നടക്കുകയാണെങ്കിലും ഈ നിയമലംഘനങ്ങൾ നടക്കുന്ന വാഹന ഉടമകൾക്ക് നോട്ടീസ് കിട്ടുന്നില്ല. പിഴ അടയ്ക്കുന്നതെല്ലാം ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെയാണ്. എങ്ങനെ ഈ റോഡുകളിൽ കൈ കാണിച്ച് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴയടയ്ക്കുന്ന രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഏതാണ്ട് 726ഓളം ക്യാമറകളാണ് ഇത്തരത്തിൽ സ്ഥാപിച്ചത്. അപ്പോൾ ഇതിന്റെ മെയിൻ്റനൻസ് പോലും നടക്കാതെ ഈ ക്യാമറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, വ്യക്തമാണ്. സംസ്ഥാനത്ത് AI ക്യാമറകൾ വഴിയുള്ള ഗതാഗത നിയമലംഘന പിഴ ഈടാക്കൽ പ്രതിസന്ധിയിലാവുകയാണ്. AI ക്യാമറയിൽ നിയമലംഘനങ്ങൾ പതിഞ്ഞാലും നോട്ടീസ് അയക്കില്ല.
15 ലക്ഷം വാഹനങ്ങൾക്ക് നോട്ടീസ് അയച്ചതിൽ നഷ്ടം 100 കോടി രൂപയുമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറെ വിവാദമായിട്ടുള്ള പദ്ധതിയാണ് സേഫ് കേരള. എന്നാൽ പദ്ധതി ഇപ്പോൾ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.